ഹിമാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കവിതയുണ്ട്. വിശപ്പ് എന്ന കവിതയാണ്. അതാണ് എൻ്റെ ഓർമ്മ. അതിൽ ഇന്ത്യ നിൻ്റെ മാറിൽ പിറന്നു വീണതിന് നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലുമില്ലാതെ ഞാൻ ചൂളി ഉറഞ്ഞു പോകുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിത. അതിൽ വാക്കുകൾക്ക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിരിക്കാം, പക്ഷേ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം. ഈ കവിത 1970കളിൽ സച്ചിദാനന്ദൻ മാഷെ പ്രധാനപ്പെട്ട കവിതയാണ്. മലയാളത്തിൽ ഇത്രയധികം കവിത എഴുതിയ, മലയാള സാഹിത്യത്തിൽ ഇത്രയധികം വിവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായ, സംസ്ഥാന കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായ സച്ചിദാനന്ദൻ മാഷ് ഒരു ഉജ്ജ്വല ഇടതുപക്ഷക്കാരനാണ്. തർക്കമില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, അടിയന്തരാവസ്ഥയുടെ സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ടവർ. ഒന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ അന്ന് ജയിലിലടയ്ക്കപ്പെട്ട ആളാണ്. രണ്ട്, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായ സച്ചി മാഷ് അന്ന് ജയിലിലടയ്ക്കപ്പെട്ട ആളാണ്. അന്ന് ജയിലിൽ കിടന്ന രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ, രണ്ട് ഇടതുപക്ഷക്കാർ ഇന്ന് പരസ്പരം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സച്ചിമാഷ് ഇന്ന് അന്ന് ജയിലിൽ കിടന്ന പിണറായി വിജയനിൽ നിന്ന് ഇടതുപക്ഷ മനോഭാവം പോയി എന്ന് വളരെ കൃത്യതയോടുകൂടി വരച്ച് കാണിക്കുകയാണ്. അത് ചെറിയ വരച്ച് കാണിക്കലല്ല, ഉജ്ജ്വലമായ വരച്ച് കാണിക്കലാണ്. അതിന് ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് സാറാ ജോസഫ് ആണെങ്കിലും സച്ചിദാനന്ദ മാഷാണെങ്കിലും ഇവരൊക്കെ കേരളത്തോട് പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ട, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കാൻ നേതൃത്വം കൊടുത്ത, 1.5% പണം കിട്ടാൻ വാട്ടർ മെട്രോ ഉൾപ്പെടെ, കൊച്ചിൻ മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പണം കിട്ടാൻ നേതൃത്വം കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ഫണ്ട് വിട്ട് 9.5% കിഫ്ബിയിലേക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മടിയടിക്കുന്ന, അങ്ങനെ തുടങ്ങി കേരളത്തിലെ ഒരു ഇടതുപക്ഷ മനോഭാവം വിട്ട് വലതുപക്ഷ സമീപനത്തിലേക്ക് വല്ലാതെ വഴുതിപ്പോയ ഒരു ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും സമീപനവുമാണ് ശ്രീ പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെത്. ഈ ഗവൺമെൻറ്റിനെതിരായി കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകന്മാരും വലതുപക്ഷ വ്യതിയാനത്തിനെതിരായിട്ടുള്ള വലിയ ശബ്ദമുയർത്തുകയാണ്. അതൊരു ചെറിയ ശബ്ദമല്ല. ഇത് സച്ചിദാനന്ദ മാഷയുടെ ഒറ്റപ്പെട്ട ശബ്ദമല്ല. ഇത് യഥാർത്ഥ ഇടതുപക്ഷ പ്രവർത്തക, കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മനോഭാവമുണ്ട്. ആ ഇടതുപക്ഷ മനോഭാവം സാമുദായിക ഒരു സാമുദായിക സംഘടനകളുമായിട്ടുള്ള ഐക്യപ്പെടലിൽ നിന്ന് മാറി വർഗീയതയെ താലോലിക്കുന്നതായ ഐക്യപ്പെടലിലേക്കുള്ള പിണറായി വിജയൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു വ്യതിയാനമുണ്ട്. ആ വ്യതിയാനം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലേൽപ്പിക്കുന്ന അധികാര നഗക്ഷതമുണ്ട്. അതിൽ നിന്ന് ഇറ്റിവീഴുന്ന ചോരത്തുള്ളികളുണ്ട്. ആ ചോരത്തുള്ളികൾ ഇന്ന് കേരളത്തെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ആ അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ് സച്ചിദാനന്ദ മാഷുടെയും സാറ ടീച്ചറുടെയും ഒക്കെ, സാറാ ജോസഫിൻ്റെയും ഒക്കെ വളരെ ഗൗരവതരമായിട്ടുള്ള പ്രതികരണം. ഇത് ഒറ്റപ്പെട്ടതല്ല. ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ ഇടതുപക്ഷ മണ്ഡലത്തിൽ നിന്ന് ബഹിർസ്ഫുരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയവ്യതിയാന ചലനങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധമാണ്. ആ പ്രതിരോധം കേരളത്തിൽ കോൺഗ്രസ് ഇന്ന് ഏറ്റെടുക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം ഇന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ഇടതുപക്ഷം പോകുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ ഇടതുപക്ഷത്തേക്ക് ചേർന്ന് നിന്ന് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനോഭാവത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ആ പോരാട്ടത്തിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. വയനാട്ടിൽ 3 മണ്ഡലങ്ങളാണ്. ഇതിൽ കൽപ്പറ്റയിലേക്ക് വരുമ്പോൾ വേറൊരു സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അല്ലേ, സ്ഥാനാർത്ഥികളെ UDF തീരുമാനിച്ചിട്ടില്ല. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിൻ്റെ പ്രോസസ്സിലേക്ക് പാർട്ടി കടക്കുന്നേയുള്ളൂ. ഞങ്ങൾക്ക് വയനാട്ടിലെ 3 മണ്ഡലത്തെ സംബന്ധിച്ചും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. 3 സീറ്റുമായി ജനാധിപത്യ മുന്നണി വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കടന്നു പോകുമ്പോൾ അതിൻ്റെ കൂടെ വയനാട്ടിലെ 3 MLA മാരും ഉണ്ടാവും.
ഈ മാനന്തവാടിയിൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ആദിവാസി സമൂഹത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. മന്ത്രി OR കേളുവിനെതിരെയും വലിയ രീതിയിൽ ആരോപണം ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്കറിയാം മാനന്തവാടി ഏറെ നാളുകളായി CPIM-ൻ്റെ ഒരു കോട്ടയായി നിൽക്കുകയാണ്. ഇത്തവണ ആ മാനന്തവാടി ഈ ഒരു UDF-ൻ്റെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാനന്തവാടി മണ്ഡലം കൈവിട്ടു പോയതിലുള്ള ദുഃഖവും പ്രയാസവും മാനന്തവാടിയിലെ UDF പ്രവർത്തകന്മാർക്കും പൊതുസമൂഹത്തിനും കൃത്യമായിട്ടുണ്ട്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങൾ വരെ അതിൻ്റെ നേർസാക്ഷ്യമാണ്. ഞങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുനെല്ലി പഞ്ചായത്ത് ഒഴികെ ബാക്കി വലിയ രീതിയിലുള്ള UDF-ൻ്റെ കടന്നുവരവിന് നേതൃത്വം കൊടുത്ത ഒരു നിയോജകമണ്ഡലമാണ് മാനന്തവാടി നിയോജകമണ്ഡലം. ആ മാനന്തവാടി നിയോജകമണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആധികാരികമായ വിജയം ഇത്തവണയുണ്ടാവും. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പാർട്ടി ഉടനെ കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.